ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഡിസംബർ 11, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാനുള്ള ഒരു ആകാംക്ഷ അത് നമുക്കുണ്ടെങ്കിൽ ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. എന്നും നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്കത് സഹായിക്കുകയുള്ളൂ. ഇന്ന് ഡിസംബർ 11 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2025. കേരള റാങ്ക്ഡ് എമംഗ് ടോപ്പ് സ്റ്റേറ്റ് ഫോർ എംപ്ലോയബിലിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യ നൈപുണ്യ റിപ്പോർട്ട് 2025 ഇന്ത്യയിലെ തൊഴിലവസരങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് 2025 പുറത്തിറങ്ങി. ഇതിൽ കേരളം ഇന്ത്യയിലെ തൊഴിൽ അവസരങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു വാർത്ത തന്നെയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2025 അനുസരിച്ച് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര എന്ന സംസ്ഥാനമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള സ്റ്റേറ്റ്. ഇത് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2025 റിപ്പോർട്ട് പ്രകാരമാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണത്. 2025 ഇന്ത്യ നൈപുണ്യ റിപ്പോർട്ട് അനുസരിച്ച് തൊഴിൽ ക്ഷമതാ നിരക്കിന്റെ റാങ്കിൽ കേരളം എവിടെയാണ് നിൽക്കുന്നത്? 5ാം സ്ഥാനം. അതായത് എംപ്ലോയബിലിറ്റി റേറ്റ് എന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനമാണ് 5ാമത്തെ സ്ഥാനം. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, ആന്ധ്രാപ്രദേശ്. 5ാം സ്ഥാനം കേരളം. കേരളം ഇപ്പോൾ തമിഴ്നാട്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ആ ഒരു പട്ടികയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് എംപ്ലോയബിലിറ്റി റേറ്റ് ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നല്ലൊരു മാറ്റം എന്ന് പറയാൻ സാധിക്കും. 2025 ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ കേരളത്തിന്റെ തൊഴിൽ ക്ഷമതാ നിരക്കിന്റെ ശതമാനം എത്ര? 71%. 71% ആണ് ഇപ്പോൾ കേരളത്തിന്റെ എംപ്ലോയബിലിറ്റി റേറ്റ്. മഹാരാഷ്ട്രയാണെങ്കിൽ ഏതാണ്ട് 84%. ഇന്നിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയെല്ലാമാണ്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 പ്രകാരം ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഇത് കഴിഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചാണ് തെലങ്കാന ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള യുവാക്കൾ ഉള്ള സ്റ്റേറ്റ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിലും കേരളം ടോപ്പ് ലെവൽ വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് നേവി ബിഡ്സ് അഡിയൂ ടു 8 സെർച്ചർ MK2 UAVs. 8 സെർച്ചർ MK2 UAVകളോട് നാവികസേന വിട പറയുന്നു. UAV അതായത് അൺമാൻഡ് എയറിയൽ വെഹിക്കിൾ, ആളില്ല വിമാനം. ഇത്തരത്തിലുള്ള 8 MK2 വിമാനങ്ങളാണ് നേവി വിട പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 10 8 സെർച്ചർ MK2 ആളില്ല വിമാനങ്ങളുടെ ഡി ഇൻഡക്ഷൻ ചടങ്ങ് നടത്തിയത് ഏത് നാവിക സ്റ്റേഷനാണ്? INS ഗരുഡ. കൊച്ചിയിലെ ഒരു നേവൽ സ്റ്റേഷൻ ആണ് INS ഗരുഡ. INS ഗരുഡയിൽ വെച്ചാണ് ഡിസംബർ 10 8 സെർച്ചർ MK2 ആളില്ല വിമാനങ്ങളുടെ ഡി ഇൻഡക്ഷൻ ചടങ്ങ് നടത്തിയിട്ടുള്ളത്. അതായത് നേവി വിട പറഞ്ഞിട്ടുള്ളത് 8 സെർച്ചർ MK2 ആളില്ല വിമാനങ്ങൾ UAV. ഇന്ത്യൻ നാവികസേനയ്ക്ക് 8 സെർച്ചർ MK2 ആളില്ല വിമാനങ്ങൾ എത്ര വർഷത്തെ സേവനം നൽകി? 22 വർഷം. കഴിഞ്ഞ 22 വർഷമായിട്ട് സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനമാണ് MK2 UAV, അതായത് അൺമാൻഡ് എയറിയൽ വെഹിക്കിൾ. ഇതിന്റെ 8 വിമാനങ്ങളാണ് ഇന്നലെ ഡിസംബർ 10 ഇന്ത്യൻ നേവിയോട് വിട പറഞ്ഞിട്ടുള്ളത്, അതായത് ഡി ഇൻഡക്ഷൻ ചെയ്തിട്ടുള്ളത്. ഏത് ആവശ്യത്തിനായി ഇന്ത്യൻ നാവികസേന 8 സെർച്ചർ MK2 ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ചു? സമുദ്ര നിരീക്ഷണം. ഇന്ത്യൻ നേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുമ്പോൾ അത് മാരിടൈം സർവിലൻസ് ആണ്, അതായത് സമുദ്ര നിരീക്ഷണമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് 22 വർഷം 8 MK2 ആളില്ല വിമാനങ്ങൾ സർവീസ് നടത്തിയിട്ടുള്ളത്. ഏത് കമ്പനിയാണ് സെർച്ചർ MK2 ആളില്ല വിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വിതരണം ചെയ്തത്? ഇസ്രായേൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി. 22 വർഷം മുമ്പ് ഇസ്രായേൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യൻ നേവിക്ക് ഈ ഒരു UAV, അതായത് അൺമാൻഡ് എയറിയൽ വെഹിക്കിൾ നൽകിയിട്ടുള്ളത്. ഇന്നലെ കൊച്ചിയിലെ INS ഗരുഡിൽ നടന്നിട്ടുള്ള ചടങ്ങിൽ വെച്ചാണ് ഇന്ത്യൻ നേവി ഇത്തരത്തിലുള്ള 22 വർഷം പഴക്കമുള്ള വിമാനങ്ങൾ
ഡി ഇൻഡക്ട് ചെയ്തിട്ടുള്ളത്, അതായത് വിട പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫോർമർ കർണാടക CM SM കൃഷ്ണ ഹു ഷേപ്ഡ് ബാംഗ്ലൂരുസ് സിലിക്കൺ വാലി ഇമേജ് പാസസ് അവേ. ബാംഗ്ലൂരുവിന്റെ സിലിക്കൺ വാലി പ്രതിച്ഛായ രൂപപ്പെടുത്തിയ കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ അന്തരിച്ചു. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്, അതായത് ഇന്നലെ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ അന്തരിച്ച കാര്യം. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 10 അന്തരിച്ച മുൻ കർണാടക മുഖ്യമന്ത്രിയുടെ പേര് SM കൃഷ്ണ. SM കൃഷ്ണ 92 വയസ്സായിരുന്നു. അദ്ദേഹമാണ് ഇന്നലെ അന്തരിച്ചിട്ടുള്ളത്. അദ്ദേഹം കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണർ സ്ഥാനവും യൂണിയൻ മിനിസ്റ്റർ, എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നീ സ്ഥാനങ്ങൾ നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു SM കൃഷ്ണ. ബംഗളൂരുവിനെ അന്താരാഷ്ട്ര തലത്തിൽ ബ്രാൻഡ് ചെയ്യാൻ മുൻകൈയെടുത്ത കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ. ഇന്ന് ഇന്റർനാഷണൽ ലെവൽ തന്നെ പറയുമ്പോൾ ബാംഗ്ലൂരിന് ഒരു വലിയൊരു സ്ഥാനമാണുള്ളത്, പ്രത്യേകിച്ച് IT മേഖലയിൽ. ആ ഒരു സ്ഥാനത്തിനേക്ക് വേണ്ടി ബാംഗ്ലൂരുവിനെ എത്തിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് SM കൃഷ്ണ. അദ്ദേഹം കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയും ഇന്നലെ ഡിസംബർ 10 അദ്ദേഹം അന്തരിച്ചു. ആരുടെ സർക്കാരിലാണ് SM കൃഷ്ണ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിരുന്നത്? പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്താണ് SM കൃഷ്ണ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന ആ ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂരിനെ ബ്രാൻഡ് ബാംഗ്ലൂർ എന്ന ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് SM കൃഷ്ണ. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യസ് റൂറൽ ഏരിയ ഡ്രൈവ് റൈസ് ഇൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്റ്റഡി. സ്ത്രീ തൊഴിൽ പങ്കാളിത്തത്തിൽ ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകൾ വർദ്ധിക്കുന്നു പഠനം. ഇതൊരു നല്ലൊരു വാർത്തയാണ്, അതായത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, സ്ത്രീ തൊഴിൽ പങ്കാളിത്തം ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2022-23 ഗ്രാമീണ മേഖലയിലെ ഇന്ത്യയുടെ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എത്രയാണ്? 41.5%. അതായത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് LFPR, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഇത് വർദ്ധിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലെ. 2022-23 നഗരപ്രദേശങ്ങളിൽ ഇന്ത്യയുടെ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എത്രയാണ്? 25.4%. ഇന്നിപ്പോൾ അർബൻ ഏരിയ, നഗരമേഖലയിലും റൂറൽ ഏരിയ, അതായത് ഗ്രാമീണ മേഖലയിലും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. റൂറൽ ഏരിയയിലാണെങ്കിൽ 41.5%, നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25.4% വർധനവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി EACPM പ്രകാരം 2022-23 ഏറ്റവും കുറഞ്ഞ LFPR ഉള്ള 2 സംസ്ഥാനങ്ങൾ ഏതാണ്? പഞ്ചാബും ഹരിയാനയും. പഞ്ചാബ്, ഹരിയാന എന്നീ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കുറവ് സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലുള്ള പാർട്ടിസിപ്പേഷൻ, അതായത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇന്ന് ഏറ്റവും കുറവുള്ള 2 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് പഞ്ചാബ് ആൻഡ് ഹരിയാനയാണ്. 2022-23 ഗ്രാമീണ മേഖലയിൽ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയ സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്, ബീഹാർ. ഇന്നിപ്പോൾ ജാർഖണ്ഡ്, ബീഹാർ എന്നീ 2 സംസ്ഥാനങ്ങൾ സ്ത്രീകളുടെ തൊഴിൽ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് അവരുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബീഹാറിലെ നല്ലൊരു ശതമാനത്തിന്റെ വർധനമാണ് ബീഹാറിൽ വന്നിട്ടുള്ളത്. സ്ത്രീകളുടെ പങ്കാളിത്തം, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം. ഒരു സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ന്യൂസ് ഹെഡിംഗ് ആണ് കുഷ്മേനി മേക്ക് ഹിസ്റ്ററി വിത്ത് F2 കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് വിൻ. F2 കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് വിജയത്തോടെ കുഷ്മേനി ചരിത്രം സൃഷ്ടിച്ചു. സ്പോർട്സ് റേസിംഗ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫോർമുല 2 കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ ഡ്രൈവർ ആരാണ്? കുഷ്മേനി. ഫോർമുല 1 എന്ന ഡ്രൈവിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ F2 എന്ന് പറയുന്ന ഫോർമുല 2 ഡ്രൈവിംഗ് കോമ്പറ്റീഷൻ. ഇതിൽ ഫോർമുല 2 കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പിലാണ് കുഷ്മേനി, അതായത് ഇന്ത്യയിലെ ദ ഫസ്റ്റ് പേഴ്സൺ ആണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കുന്നത്. കുഷ്മേനിയാണ് ഇന്ത്യയിൽ നിന്ന് ഫോർമുല 2 കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത്. ഫോർമുല 2 കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് ഏത് ഗ്രാൻഡ് പ്രിക്സിലാണ് കുഷ്മേനി നേടിയത്? അബുദാബി ഗ്രാൻഡ് പ്രി. ഈ അടുത്ത് നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് പ്രി ആയിരുന്നു, ഒരു ഫോർമുല 2 റേസിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു അബുദാബി ഗ്രാൻഡ് പ്രി. ഇതിലാണ് കുഷ്മേനി, ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ഒരു വ്യക്തി, ഫോർമുല 2 കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത്. ഫോർമുല 1ലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള
ഡ്രൈവേഴ്സ് ആണ് മാക്സ് വെസ്റ്റാപ്പൻ, ഹാമിൽട്ടൺ, ലെക്രെ എന്നിവരെല്ലാം. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ഇന്റർനാഷണൽ കറണ്ട് അഫേഴ്സ് ആണ്. വിക്ടോറിയസ് ജോൺ മഹാമ പ്രോമിസസ് ന്യൂ ബിഗിനിങ് ഫോർ ഘാന. വിജയിയായ ജോൺ മഹാമ ഘാനയ്ക്ക് പുതിയ തുടക്കം വാഗ്ദാനം ചെയ്യുന്നു. പ്രസിഡൻഷ്യൽ ഇലക്ഷനിലാണ് ജോൺ മഹാമ വിജയിച്ചിട്ടുള്ളതും. ഇതിനെക്കുറിച്ചുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജോൺ മഹാമ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു? ഘാന. വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഘാന. ഘാനയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലാണ് ജോൺ മഹാമ വിജയിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ജോൺ മഹാമയ്ക്കെതിരെ പരാജയപ്പെട്ട ഘാന വൈസ് പ്രസിഡന്റിന്റെ പേര് മൊഹമ്മദ് ബൗമിയ. ഘാന എന്ന രാജ്യത്ത് നടന്നിട്ടുള്ള പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വിജയിച്ചത് ജോൺ മഹാമയാണ്. ഏതാണ്ട് 24 വർഷത്തിന് ശേഷമാണ് ഒരു പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ മാർജിനിൽ വിജയിക്കുന്നത്. അത് ജോൺ മഹാമയാണ്. അദ്ദേഹത്തിനെതിരെ പൊരുതിയിട്ടുള്ള വൈസ് പ്രസിഡന്റ് ആയിരുന്നു മൊഹമ്മദ് ബൗമിയ. ഘാനയുടെ തലസ്ഥാനം ഏതാണ്? അക്ര. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഏതാണ്ട് 3.41 കോടി ജനങ്ങളാണ് ഘാനയുടെ ജനസംഖ്യ. നമ്മളിന്ന് ഏതാണ്ട് 20ഓളം കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.